ഹായ് നമസ്കാരം. വെൽക്കം ടു ലളിതം സുന്ദരം. അപ്പോൾ നമുക്ക് വിജയ് ദേവിക പേരിടൽ പ്രഹസനവും അതേ തുടർന്നുള്ള വിവാദങ്ങളും അവസാനിച്ചത്രേ. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിന് എന്തായാലും വിജയ് ഉദ്ദേശിച്ച റീച്ചും വ്യൂസും എല്ലാം കിട്ടി. മോണിറ്റൈസേഷനും ഓൺ ചെയ്ത് വെച്ചിട്ടാണല്ലോ അവർ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കിന് മുൻപിൽ ഒരു സ്പിരിച്വൽ നെയിം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ റീച്ച് കൂട്ടിയ തന്ത്രം കൊള്ളാം. പ്രേക്ഷകർ അവരെക്കാൾ തന്ത്രശാലികളാണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. വിജയ് സ്പിരിച്വൽ ആവുന്നതൊക്കെ കൊള്ളാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ദൈവഭയവും ജ്ഞാനവും എല്ലാം അകന്നു പോയിരിക്കുകയാണ്. പക്ഷേ ഈ ആത്മീയത അന്ധവിശ്വാസമായി മാറിയ വിഭാഗങ്ങളും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അമിതമായാൽ അമൃതും വിഷം എന്നുള്ള വചനം നമുക്ക് ഓർക്കാം. പിന്നെ രണ്ടുപേരും ചിരിച്ച് വളരെ സന്തോഷം ഒക്കെ അഭിനയിച്ചാണ് ഈ നെഗറ്റീവ് കമൻസും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ പേരിടൽ നടത്തിയത്. അപ്പോൾ പ്രേക്ഷകർ വിജയൻ്റെ അന്ധവിശ്വാസത്തെയും വേറെ കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് വളരെ നന്നായിട്ടങ്ങ് കളിയാക്കി. പക്ഷേ ആ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരാൾ പോലും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലുണ്ടാകുന്ന കളിയാക്കലുകളെക്കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പങ്കുവച്ചു, ആശങ്ക പങ്കുവച്ചു എന്ന് മാത്രം. വിജയനെ തന്നെയാണ് എല്ലാവരും വിമർശിച്ചത്. പിന്നെ കമൻസിന് പ്രതികരണവുമായി ഇവർ എത്തി. കാര്യങ്ങൾ വളച്ചൊടിച്ച് കരഞ്ഞു, വളരെയധികം സിമ്പതി പിടിച്ചു പറ്റാനുള്ള പ്രകടനങ്ങളൊക്കെ നടത്തി. അതിനും കണക്കിന് മറുപടി കിട്ടിയപ്പോൾ ഇവർ ഓർക്കണം, ആ കുഞ്ഞുങ്ങളെ ഒരാൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ വളരെയധികം കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ക്ഷമാപണ എപ്പിസോഡുമായി രണ്ടുപേരും വീണ്ടും എത്തിയിട്ടുണ്ട്. സത്യം പറയാലോ, കമൻസ് കണ്ട് വീഡിയോയും റിയാക്ഷൻ വീഡിയോയും കണ്ട വ്യക്തിയാണ് ഞാൻ. കുറേ ചിരിച്ചു. കണ്ടമാനം ക്രൂരത നിറഞ്ഞ വാർത്തകൾക്കിടയിൽ ഇതൊരു നല്ല എൻ്റർടൈൻമെൻറ്റായിട്ട് തോന്നി എനിക്ക്. ഒരു പേരിടലല്ലേ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും അല്ലല്ലോ. ഒരൊറ്റ പോസിറ്റീവ് കമൻസും ഈ വീഡിയോൻ്റെ താഴെ ഇല്ലായിരുന്നു. എന്നാൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ആയിരുന്നു താനും. ഈ പേരിനെയാണ് എല്ലാവരും വിമർശിച്ചിരുന്നത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തതാണ്. 2 വർഷം മുമ്പ് കഥയിൽ ഇത് ജീവിതം എന്നൊരു എപ്പിസോഡിൽ താഴെ വന്ന നെഗറ്റീവ് കമൻസ് കണ്ട് ചിരിച്ചൊരു വഴിയായതാണ് 2-3 വർഷങ്ങൾക്ക് മുൻപ്. എന്തായാലും ദേവികയെ ആങ്കറെന്നും ആക്ട്രസ്സെന്നും അറിയാം. വിജയ് മാധവ് സ്റ്റാർ സിംഗർ ഫെയിമാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. വിവേകാനന്ദൻ, നജീം അർഷാദ്, അമൃത സുരേഷ് അവരുടെയൊക്കെ എപ്പിസോഡുകൾ കാണാറുണ്ട്. വിജയ് ഏത് ഇയറിലാണെന്ന് എനിക്കറിയില്ല. ദേവികയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും തന്നെ ഇല്ല. നന്നായി മുടിയുള്ളൊരു കുട്ടിയായിരുന്നു എന്നറിയാം. ഇവരുടെ വ്ളോഗും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ പേരിടൽ വിവാദം കൊണ്ടാണ് ഞാനിവരെ നന്നായിട്ട് അറിഞ്ഞത്. അപ്പോൾ പേരിടൽ അവിടെ നിൽക്കട്ടെ. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 2 കുഞ്ഞുങ്ങളുമായി. ഇത്രയും സ്പിരിച്വൽ നോളജുള്ള താങ്കൾ ആ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് പരിഗണിക്കണം എന്നൊരഭിപ്രായം എല്ലാ പ്രേക്ഷകർക്കുമുണ്ട്. ആ കുട്ടിയുടെ സിസേറിയനാണ് എന്ന് പറയുന്നു. 2 മാസമെങ്കിലും അനങ്ങാതെ കിടക്കണം. 40 ദിവസം അധികം സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് പഴമക്കാർ പറയുന്നതൊന്നും വെറുതെയല്ല. നോർമൽ ഡെലിവറി ആയാൽ 1 മാസം നന്നായി ഒന്ന് കിടക്കുക, പ്രസവരക്ഷയും തേച്ചുകുളിയും ഒക്കെ ആയിട്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ഈ പ്രസവം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എല്ലാ സന്ധിബന്ധങ്ങളുടെയും ശക്തി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്രസവം കഴിഞ്ഞാൽ ഈ തേച്ചുകുളിയും പ്രസവരക്ഷയും ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ശരീരത്തിലെ വേദനകളും കാര്യങ്ങളെല്ലാം മാറുകയുള്ളൂ. അപ്പോൾ സിസേറിയനായാൽ കുറച്ചുകൂടി കെയർ വേണം. അങ്ങനെ 2 ആഴ്ച ആയിട്ടുള്ളൂ ഈ സ്ത്രീ പ്രസവിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഇരുത്തിയും നിർത്തിയും ഒക്കെ ക്യാമറയ്ക്ക് മുൻപിൽ ഈ വ്ളോഗ് ഇങ്ങനെ തുടരുകയാണ്. മാത്രമല്ല കുട്ടി വല്ലാത്ത പ്രഷർ അനുഭവിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അതൊക്കെ പാടുമോ? എന്തൊക്കെയാണിത്? എല്ലാ അമ്മമാരും ചേച്ചിമാരും ഇതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ ഭാവിയിലാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. പലരും പറഞ്ഞു കേൾക്കാറില്ലേ, വിട്ടുമാറാത്ത നടുവേദന, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകും. അപ്പോൾ മുതിർന്നവർ പറയുന്നത് കേൾക്കുക.
ഇത് പോസിറ്റീവായി മാത്രം എടുക്കുക കേട്ടോ. ആ കുട്ടിക്ക് 3 മാസം റെസ്റ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള ഈ പ്രഗ്നൻസി മൂലം, തുടർച്ചയായിട്ടുള്ള ഈ ഡെലിവറി മൂലം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള എന്താ പറയുക, ആരോഗ്യപരമായിട്ട് ഉള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം 3 മാസം നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ മാപ്പപേക്ഷയും തിരിച്ചറിവും എല്ലാം നന്നായി. പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ഗതിയെക്കുറിച്ചുള്ള തിരിച്ചറിവിന് നന്ദി. നന്നായി മുന്നോട്ട് പോകൂ. ഞാനിതേവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുക.